അജ്മീറിലെത്തിയ തങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ മരച്ചുവട് രാത്രി സമയങ്ങളിൽ പൃഥ്വിരാജിൻ്റെ ഒട്ടകങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഒട്ടകപാലകർക്ക് ഹാജ റളിയല്ലാഹുവിൻ്റെ ഈ ഇരുത്തം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തങ്ങളോട് ആവശ്യപ്പെട്ടു. അവർ പലവിധ അസഭ്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഹാജ തങ്ങൾ പറഞ്ഞു, ശരി, ഞങ്ങൾ പോയിക്കൊള്ളാം, ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ. ഇത് പറഞ്ഞ് ഹാജ തങ്ങളും മുരീദുമാരും അനാസാഗർ കുളത്തിൻ്റെ സമീപത്തേക്കു നീങ്ങി. അന്നു വൈകുന്നേരം ഒട്ടകപരിപാലകർ പതിവ് പ്രകാരം ഒട്ടകങ്ങളെ അവിടെ കെട്ടിയിട്ടു. അടുത്ത ദിവസം ഒട്ടകങ്ങളെ കെട്ടഴിച്ചു പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവർ അന്തം വിട്ടുപോയത്. ഒട്ടകങ്ങളൊന്നും എഴുന്നേൽക്കുന്നില്ല. ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന ഹാജ തങ്ങളുടെ വാക്കിൻ്റെ പ്രതിഫലനമായിരുന്നു അത്. എത്ര ശ്രമിച്ചിട്ടും ഒട്ടകങ്ങൾ അവിടെ നിന്നും എഴുന്നേൽക്കുന്നില്ല. അവർ പൃഥ്വിരാജിനെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞതോടെ പൃഥ്വിരാജിൻ്റെ സ്മരണയിൽ ഓടിയെത്തിയത് തൻ്റെ മാതാവിൻ്റെ പ്രവചനമായിരുന്നു.